മുഖ്യ അതിഥി എന്നത് നമ്മുടെ ഗോവൻ സാറ് തന്നെയാണ്. ഗോവൻ സാറിനെ വളരെ സ്നേഹാദരവോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ റിട്ടയർമെൻറ്റ് ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള എക്സ്മാരായിട്ടുള്ള നിഷാന്ത് സാറുണ്ട്, മഞ്ജു മാഡമുണ്ട്, സൗദ മാമുണ്ട്. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഷെലിമഠം, ശ്രീ ഗോപൻ, ശ്രീ ഇബ്രാഹിം, മഞ്ജു, നിഷാന്ത്, സൗദ ഇവരെല്ലാവരും നമ്മുടെ സഹപ്രവർത്തകരാണ്. ഈ ഗോപൻ സാർ ഏകദേശം 30 വർഷത്തെ സേവനത്തിന് ശേഷം ആണ് സർവീസ് എന്ന് റിട്ടയർ ചെയ്യുന്നത്. AE ആയിട്ട് നിലമ്പൂരാണ് 1994 ജോയിൻ ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തിലൂടെ എനിക്ക് ജോലി ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യശേഷിയും വർക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവ്, പ്രൊപ്പോസലുകൾ തയ്യാറാക്കാനുള്ള കഴിവുകൾ എല്ലാം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് പഠിക്കാനും സാധിച്ചിട്ടുണ്ട്. റിട്ടയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ വന്നിട്ടുണ്ട്, അവർ സദസ്സിലിരിപ്പുണ്ട്. അവർക്ക് ഇദ്ദേഹത്തെ സർവീസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തെ അവരുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തത് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായിട്ട് ശ്രീമതി ഷേർലി സൂപ്രണ്ടിനെ കൊടുത്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ ഷിജു സർ, ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി കൂടിയായ നമ്മുടെ ഗോപൻ സർ, ആശംസകൾ അർപ്പിക്കാനായി പല സ്ഥലങ്ങളിൽ നിന്നും, മഞ്ചേരിയിൽ നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നും ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ള AXമാരായ ശ്രീ നിഷാന്ത്, മഞ്ജു മാഡം, ഇവിടെ സ്വാഗതം ആശംസിച്ച AXC പൊന്നാനി ശ്രീ ഇബ്രാഹിം സർ, പിന്നെ ഈ പരിപാടിക്ക് കൃതജ്ഞത അർപ്പിക്കുന്ന ശ്രീമതി സൗദ. നമുക്കറിയാം 30 വർഷം, എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ 94-ലാണ് സർവീസിൽ കയറിയത്. 30 വർഷത്തോളം സുദീർഘമായി എനിക്ക് തോന്നുന്നു പല പ്രാവശ്യമായിട്ട് കേരള സർക്കാരിൻ്റെ അവാർഡുകളൊക്കെ നമ്മുടെ ഈ ഇരിക്കുന്ന, നമുക്ക് കണ്ടാൽ തോന്നില്ലെങ്കിലും പക്ഷേ ഒരു 2-3 അവാർഡുകൾ കേരള സർക്കാരിൻ്റെ ലഭിച്ചൊരു വ്യക്തിയാണ്. ഗോവൻ സാറിനൊപ്പം എൻ്റെ കൂടെ ഒരു 2-3 വർഷം ജോലി ചെയ്തതാണ്. അപ്പോൾ തന്നെ ഒരു നല്ലൊരു മനുഷ്യസ്നേഹിയും, കൂടാതെ 2018 പ്രളയകാലത്ത് റോഡുകളൊക്കെ പൊളിഞ്ഞ് നാശമായപ്പോൾ മുൻകൈയെടുത്ത് റോഡുകൾ നന്നാക്കിയത് എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. എന്തായാലും ശിഷ്ടകാലം കുടുംബത്തോടൊപ്പം നല്ലൊരു സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങാനായിട്ടുള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ശിഷ്ടാതിഥിക്ക് ഉപകാരം സമർപ്പിക്കുന്നതിനായിട്ട് അല്ല, ഇനിയുള്ള ഫോട്ടോ വെച്ച് മാലയിടേണ്ടിയിരുന്നു. ശരിക്കും അനുശോചിച്ചത് ഇതെവിടുന്ന് ആശംസകൾ അർപ്പിക്കുന്നതിന് പെരിന്തൽമണ്ണ AXC ശ്രീമതി മഞ്ജു. നിങ്ങളെല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രളയ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ സേവനം, അതുപോലെ തന്നെ പല ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസിൻ്റെ നമുക്ക് അദ്ദേഹത്തിനെ നോക്കിയാലും പല ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ മുൻകൈയുള്ള അദ്ദേഹം ഇപ്പം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ കാര്യങ്ങളും അതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന ഒരു ജീവിതകാലത്തിൽ അദ്ദേഹം ഒരു പൊതു പ്രവർത്തനത്തിലോട്ട് കൂടി പോകണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ആശംസകൾ പറയാനായിട്ട് മഞ്ചേരി AXC നിഷാ ചന്ദ്രലക്ഷ്മി. നമസ്കാരം. എല്ലാവർക്കും
നമുക്കറിയാം നമ്മൾ ഗവൺമെൻറ് സർവീസിൽ കയറി കഴിഞ്ഞാൽ എന്ത് സർവീസിൽ നമ്മൾ ആലോചിക്കുന്നത് എന്നാൽ റിട്ടയർ ആവുന്നത് അതുപോലെ തന്നെ സാറിനുമായിട്ട് സമയം വന്നിരിക്കുകയാണ് 30 വർഷത്തെ നല്ലൊരു സർവീസിന് ശേഷം സാറിൻ്റെ റിട്ടയർമെൻറ്റിൽ നിന്നാണ് എന്നെ സാറിന് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ലൈഫിന് എല്ലാ ആശംസകളും നേരുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ മലപ്പുറം അതുപോലെ തന്നെ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി ചടങ്ങിൻ്റെ എല്ലാ നേതൃത്വം വഹിക്കുന്ന ഷർലിമാണ് കോഴിക്കോട് സൂപ്രണ്ടിംഗ്. അതുപോലെ തന്നെ നമുക്ക് സ്വാഗതം ആശംസിച്ച പൊന്നാനി എക്സി ഇബ്രാഹിം കേസ്, അതുപോലെ തന്നെ സഹപ്രവർത്തകരായ മഞ്ജു, നിഷാന്ത് ചന്ദ്രൻ, ചടങ്ങിന് നന്ദി പറയുന്ന ശ്രീമതി സൗദ പൊന്നാനി എക്സി. ഇന്ന് ഒരു വികാരനിർഭരമായ നിമിഷമാണ് ശരി. ഒരാൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ നിഷാന്ത് പറഞ്ഞ പോലെ ഒരാൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ റിട്ടയർ എന്നാണെന്നുള്ളതാണ്. 30 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1994 ഞാൻ നിലമ്പൂർ സർവീസിൽ 92 ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് പാസ്സാവുകയും തുടർന്ന് 2 വർഷത്തിന് ശേഷം സർക്കാർ സർവീസിൽ നീണ്ട 30 വർഷത്തിനിടയ്ക്ക് ഏകദേശം 10ഓളം ഓഫീസുകളിൽ ഞാൻ പ്രവർത്തിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി പരപ്പനങ്ങാടി ബിൽഡിങ്സ് ഡിവിഷനിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഇതിനിടയ്ക്ക് പല സൈനികർ പറഞ്ഞ പോലെ നമ്മൾ പല വിഭാഗങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. റോഡ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബിൽഡിങ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നാഷണൽ ഹൈവേയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടായ സഹപ്രവർത്തകരുടെ സഹകരണം മൂലമാണ് ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. ഈ പറഞ്ഞ മാതിരി ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ടീം എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അതൊക്കെ സോൾവ് ചെയ്യുന്നത്. കാരണം ഒരു ടീം എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഒരു വിജയം കൈവരിക്കാൻ പറ്റുന്നത്. ഒരാളുടെ മാത്രം ഒരു വിജയമായിട്ട് നമുക്ക് കരുതാൻ പറ്റും. ഇത് നമ്മൾ ഒരു റിട്ടയർ ചെയ്താൽ തന്നെ എല്ലാവർക്കും പറയാനുള്ള ജീവിതാവസ്ഥയാണ്. പക്ഷെ അത് മറ്റൊരു ലൈഫിൻ്റെ ആരംഭമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ മേഖലയിൽ തന്നെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് എല്ലാ വിജയങ്ങളും നിങ്ങൾ ആശംസിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അതിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ വന്ന എല്ലാവരെയും ഞാൻ ഒന്നുകൂടി എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീമതി സൗദ ഈ പരിപാടി സ്വാഗതം പറഞ്ഞ പൊന്നാനി എക്സി ഇബ്രാഹിം കേസസ് ഈ പരിപാടി നന്ദി പറയുന്നു. അതുപോലെ അധ്യക്ഷത വഹിച്ച എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിജു സാറിനെയും മുഖ്യപ്രഭാഷണം നടത്തിയ കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സ്വേലി മാഡത്തെയും നന്ദി പറയുന്നു. ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച പെരുന്തൽമണ്ണ എക്സി മഞ്ജു മാഡത്തെയും മഞ്ചേരി എക്സി നിഷാന്ത് സാറിനെയും പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി ഒന്ന് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. വളരെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. എൻ്റെ ഇവാലുവേഷൻ ഇങ്ങനെ വേണം. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ വേണം, സ്മൂത്ത് ഇവാലുവേഷൻ.